നിലമ്പൂരിൽ മുന്നണികൾ തമ്മിൽ സ്ഥാനാർത്ഥി ആശങ്കകൾ നിലനിൽക്കുമ്പോൾ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് SDPI. ആര്യാടൻ ഷൗക്കത്ത് പ്രചാരണം തുടങ്ങിയ പിന്നാലെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി മത്സരിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ CPI ലത്തീഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും SDPI നിലമ്പൂരിൽ മത്സരിച്ചിരുന്നു. കൂടുതലും UDF-നൊപ്പം നിന്നിട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂർ. K. കുഞ്ഞാലി, TK ഹംസ, PV അൻവർ എന്നിവരാണ് വിവിധ ഘട്ടങ്ങളിലായി മണ്ഡലത്തിൽ ചെങ്കൊടി ഉയർത്തിയിട്ടുള്ളത്. ആര്യാടൻ മുഹമ്മദ് ഏറെക്കാലം UDF കോട്ടയായി നിലനിർത്തിയ നിലമ്പൂർ മണ്ഡലത്തിൽ മകൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വമാണ് നിലവിലെ പ്രധാന ചർച്ച. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും SDPI സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു. K. ബാബുമണിക്ക് അന്ന് 3281 വോട്ടാണ് ലഭിച്ചത്. 2016 SDPIക്ക് വേണ്ടി മത്സരിച്ചത് ബാബുമണി തന്നെയായിരുന്നു. അന്ന് പക്ഷേ 4751 വോട്ട് ലഭിച്ചു. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ 2021 വോട്ട് കുറയുകയാണ് ചെയ്തത്. 2011 SDPI സ്ഥാനാർത്ഥി സിജി ഉണ്ണിക്ക് 2566 വോട്ട് കിട്ടിയിരുന്നു. മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ചിലർ മണ്ഡലത്തെ കുത്തകയാക്കി വെച്ചിട്ടും നിലമ്പൂരിലെ ജനതയ്ക്ക് വികസനം ഇന്നും കിട്ടാക്കനിയാണ് എന്ന് SDPI അധ്യക്ഷൻ ലത്തീഫ് പറഞ്ഞു. 3 മുന്നണികളുടെയും വികസന വായ്ത്താരികൾ പൊള്ളയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം വോട്ടർമാർക്കുണ്ട്. PV അൻവറിനെ തിരഞ്ഞെടുത്തെങ്കിലും ഭരണപങ്കാളിത്തം ഉണ്ടായിട്ട് പോലും ജനങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനവും ലഭിച്ചിട്ടില്ല. കവളപ്പാറ ദുരന്തം കഴിഞ്ഞ് 5 വർഷം പിന്നിട്ടിട്ടും ദുരന്തബാധിതരുടെ പുനരധിവാസം സന്നദ്ധ സംഘടനകളും സ്വകാര്യ വ്യക്തികളും സ്പോൺസർ ചെയ്ത നിർമ്മാണമാണ് അവിടെ നടന്നിട്ടുള്ളത്. 600ഓളം വീടുകൾ സ്പോൺസർ ചെയ്തെങ്കിലും അതിന്റെ 4/1 മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. സർക്കാർ നടത്തിയ റീബിൽഡിംഗ് നിലമ്പൂർ പ്രഖ്യാപനം കടലാസിലൊതുങ്ങി. 2014 നിലമ്പൂർ ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുത്തെങ്കിലും ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു. നാടുകാണി പരപ്പനങ്ങാടി പാത, മലനാട് ഇടനാട് തീരപ്രദേശം പാത തുടങ്ങി കോടികൾ ചെലവഴിച്ച പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ടില്ല. എടക്കര ബൈപ്പാസ് പദ്ധതി എവിടെയും എത്തിയിട്ടില്ല. ജില്ലാ ആശുപത്രി വികസനത്തിന് സ്കൂളിന്റെ ഭൂമി ഏറ്റെടുക്കുന്നത് അനന്തമായി നീളുന്നു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ് എന്നിവ വർഷങ്ങളായി വികസനമില്ലാതെ കിടക്കുന്നു. ഗവൺമെന്റ് കോളേജിന് സ്ഥലം അനുവദിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും സ്ഥാപനം ഇന്നും വാടക കെട്ടിടത്തിൽ തുടരുന്നു. നിലമ്പൂരിലെ ആദിവാസി ജനവിഭാഗം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് നാളിതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. മലവെള്ളപ്പാച്ചിയിൽ ഒലിച്ചുപോയ പാലം പുനർനിർമ്മിക്കാനോ ബദൽ സംവിധാനം ഒരുക്കാനോ സർക്കാരിനു സാധിച്ചിട്ടില്ല. വന്യമൃഗശല്യം മൂലം ജനങ്ങൾ കൃഷി ഉപേക്ഷിക്കുകയാണ്. വിവേചനമില്ലാത്ത വികസനത്തിന് SDPI സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം, CPI ലത്തീഫ് അഭ്യർത്ഥിച്ചു. വാർത്താ സമ്മേളനത്തിൽ SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PP റഫീഖ്, സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VD ഇക്രാമുൽ ഹഖ്, ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി എന്നിവർ സംബന്ധിച്ചു.